ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ചാക്കോച്ചിൻ്റെ മുന്തിരിങ്ങ, കുറച്ച് റവപ്പൊടി, സബോള, ഉള്ളി, കൂർക്ക നന്നാക്കിയത്, മുട്ട ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന പച്ചക്കറി കടയിൽ മുട്ട ഹോൾസെയിലായിട്ട് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, എടുത്തു കേട്ടോ. ഇത് സംഭവം നമ്മുടെ നടത്തറയിലുള്ള കുടുംബശ്രീ ഹോട്ടലിന് തൊട്ടപ്പുറത്തുള്ള പച്ചക്കറി കടയിലാണ് കേട്ടോ. അതായത് 30 മുട്ടയ്ക്ക് 150 രൂപ എന്നുള്ള നിരക്കിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നിങ്ങളിവിടെ പൂച്ചട്ടിയിൽ നടത്തറയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മുട്ട ഒതുക്കി വെക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ പിള്ളേർ മുട്ടയേറ് നടത്തും കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ മമ്മിക്ക് പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പെണ്ണുങ്ങളിലൊരു തുറുപ്പ് ചീട്ടായിട്ട്. അപ്പോൾ ഞാൻ വേഗം വാങ്ങിച്ചുകൊണ്ട് വന്നതൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വയ്യല്ലോ. അപ്പോൾ ഡിമ്പിളിനായാലും വയ്യ, മമ്മിക്കായാലും വയ്യ. ഡിമ്പിളിന് എന്ത് പറ്റിയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഡിമ്പിളിൻ്റെ കാലൊന്ന് ടേബിളിൽ ഇടിച്ചാണ്. ചെറിയ പൊട്ടലാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ വലിയ സംഭവമല്ല. പക്ഷേ 10 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടേണ്ട അവസ്ഥയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വരുന്ന ബോക്സാണ്. അത് എടുത്ത് വെച്ചിട്ട് ബാക്കി വരുന്നത് ഇതിനകത്ത് ഇടും കേട്ടോ. അപ്പോൾ ഇതേ മുന്തിരി കഴുകാൻ വെച്ചിട്ടുണ്ട്, റവ പൊട്ടിച്ചിട്ടു. ഇനി സബോളയാണ് കേട്ടോ ഒതുക്കി വെക്കാനുള്ള. സബോളയും ഉള്ളിയും കിഴങ്ങാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് വേഗം അത് ഒതുക്കി വെച്ചു കേട്ടോ. കാരണം ഇപ്പോൾ തോമുകൂട്ടം വരും. അങ്ങനെ അതേ എല്ലാം കഴിഞ്ഞത് 6 മണി തൊട്ടുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് വേഗം കാപ്പി വെച്ചു. മമ്മി ഓൾറെഡി വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഡിമ്പിളിനും ഡാഡിക്കും നോൺ ചേട്ടൻ ചേർത്ത് വെച്ചു ഞാൻ. അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസ് ചൂടാക്കി കഴിച്ചു. അതേ കാപ്പിക്കുള്ളതൊക്കെ റെഡിയാക്കി. കൂർക്ക ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചോട്ടോ. എനിക്ക് നന്നാക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് കൂർക്ക നന്നാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവർക്കും വയ്യാത്തതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. തോമുവിന് ഞാൻ മൊമ്മൂസ് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോമുവിന് മൊമ്മൂസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവർക്കും കാപ്പി ആക്കി വെച്ചു. ഇവിടെ ഞാൻ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഭക്ഷണം. ഇതിന് ശേഷം ഞാൻ അങ്ങ് അടുക്കളയിലോട്ട് കയറി. പാച്ചുവും ഡിമ്പിളും ഒന്നും എഴുന്നേച്ചിട്ടില്ല. അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് സ്വസ്ഥമായിട്ട് നിന്ന് കൂർക്ക നന്നാക്കാൻ തുടങ്ങി. നന്നാക്കി ഞാൻ 1 മണിക്കൂർ അവിടെ നിന്നു കേട്ടോ. പിന്നെ എനിക്ക് അധികം വശമില്ലാത്തൊരു കാര്യമാണ് തേങ്ങ പൊട്ടിക്കൽ. പക്ഷേ ഇപ്പം യൂസ്ഡും ആയിട്ടോ. പക്ഷേ പൊട്ടിക്കുമ്പോൾ അങ്ങ് പകിട 12 ആവും. എന്നാലും സാരമില്ല, പഠിച്ചില്ല, ശീലിച്ച് പഠിക്കുമല്ലോ. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ അവിടെ നോക്കും. കാരണം മമ്മി അവിടെ സോഫയിൽ കിടക്കുന്നുണ്ട്. ചാക്കോ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഡാഡിയും ഡിമ്പിളും എന്തോ ഒരു ഹാമ്പർ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി കഞ്ഞിയും ചമ്മന്തിയും പയറുണ്ട്. നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതെന്നുകൊണ്ട് പറയുന്നതല്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ അടുക്കള ഒരു സൈഡ് ഞാൻ ഒതുക്കി തുടങ്ങി. നാളെ പുട്ടിനുള്ള കടല വെള്ളത്തിലിട്ടു. ഇത് ഞാൻ കൂർക്ക മെഴുക്കുവരട്ടി വെച്ചു, ഡിമ്പിൾ സാമ്പാർ വെച്ചു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മമ്മി അലക്കിയിട്ട് കൊട്ട പുറത്തുകൊണ്ട് വെച്ചാണ്. അത് ഞാൻ എടുത്തു വെച്ച് വേഗം മോളി വന്ന് ചെടിയൊക്കെ നനച്ച് ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.